നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പഴുതുകളച്ചുള്ള മഹസർ തയ്യാറാക്കിയിരിക്കുന്നതേ ഈ ACP ചന്ദ്രബോസ. നിന്റെ ഷാലിൽ നിന്ന് വട്ടം കറങ്ങും. ബുദ്ധിയുള്ള പോലീസുകാരന്റെ തലയില് കുറച്ച് വക്രബുദ്ധി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലേ പ്രതിക്ക് പിന്നെ 12 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ശിക്ഷ അച്ചിട്ടാടാ. അമീർ ഓർത്തില്ല അല്ലേ? അതേ കുപ്പായമിട്ട് അമീറിന് എന്റെ മുന്നിൽ മറ്റൊരു കേസുമായിട്ട് വരേണ്ടി വരുമെന്ന്. ഈ കേസില് അമീർ ഇത്തിരി വെള്ളം കുടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കുടിപ്പിക്കും. കാർത്തികയെ ജീവനോടെ കൊണ്ടുവരുമെന്നല്ലേ വെല്ലുവിളി? അതൊക്കെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കേ, എന്നിട്ട് പറയാം ആരാണ് വെള്ളം കുടിക്കുന്നതെന്ന്. മോനെ വിഷ്ണു, ഓ ഇനി തുടങ്ങി കണ്ണീരും കിനാവും. ഇതിനൊന്നും ഒരു അവസാനമില്ലേ? നോക്കിയേക്കണേ, ഇതൊക്കെ കാണുമ്പോ എനിക്ക് ചോർന്നു കയറും. വിഷ്ണുട്ടാ, എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ഓടുന്നുണ്ടല്ലേ? ഇതെന്റെ കടമയാ വിഷ്ണുട്ടാ, എന്റെ കർത്തവ്യം. ഇതിന് പ്രത്യുപകാരമായിട്ട് തരാൻ എന്റെ കയ്യിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ അതും ഇപ്പൊ ചങ്ങലയ്ക്കുള്ളിലാ. വിഷ്ണുട്ടാ, ആ സ്നേഹം കിട്ടാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ചങ്ങലയൊക്കെ പൊട്ടിച്ചെറിയാൻ നോക്കുന്നത്. വിഷ്ണുട്ടാ, ഇത്രത്തോളം ഒക്കെ കഴിഞ്ഞില്ലേ, ഇനിയും കഴിയും. കാർത്തിക മരിച്ചിട്ടില്ലെന്നും മരണപ്പെട്ടത് മറ്റാരോ ആണെന്നും നമ്മൾ തെളിയിക്കും. വിധി എനിക്കിപ്പോഴേ കാണാം. അത് തന്നിലുള്ള വിശ്വാസ. താനിടയ്ക്ക് പറയാറില്ലേ എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്? ആ വാക്കിലുള്ള വിശ്വാസ. ഈ ലോകത്ത് എന്റെ കണ്ണിൽ വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടന്റെ കണ്ണിൽ ഞാനും മാത്രം ആവുമ്പോ ഏത് ശക്തിക്കാ വിഷ്ണുവേട്ട നമ്മളെ വേർപിരിക്കാൻ പറ്റുന്നേ? മേഡം, ഞങ്ങൾക്ക് പ്രതിയെ കൊണ്ടുപോകണം. എന്നോട് കെറിവിച്ചിട്ട് കാര്യമല്ല മേഡം. ഇതൊക്കെ അനുവദിച്ചു തരുന്നതന്നെ മേഡത്തിനുള്ള പ്രത്യേക പരിഗണന കൊണ്ട് മാത്രമാണ്. ഇതിപ്പോ അമ്മയും അമ്മുമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ലേ മേഡം? ഇതൊക്കെ ചെയ്യുന്ന സഹായത്തിന്റെ ബോണസ് വന്നാൽ കൂട്ടിയാൽ മതി. നടക്കടാ, പിടിച്ചോണ്ട് വേണം. രോഹിത, സത്യമേ, വിഷ്ണുവേട്ടന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വിഷ്ണുവേട്ടന് മാത്രമേ അറിയൂ. അതിന്റെയായി കാണിച്ചു കൂട്ടുന്നതൊക്കെ. വിഷ്ണുവേട്ടന്റെ ഉള്ളിൽ സത്യമയോടുള്ള ഇഷ്ടമൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊന്നും അങ്ങനെ പെട്ടെന്നെടുത്ത് മാറ്റാൻ പറ്റുന്നതല്ലല്ലോ. ശാലിനി, ഇനിയുള്ള കേസിന്റെ കാര്യങ്ങളൊക്കെ 15 ദിവസത്തിനുള്ളിൽ കാർത്തിയെ കണ്ടെത്തണ്ടേ? എല്ലാം ഈശ്വരന്റെ കയ്യിലാ രോഹിത്തെ. വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവരുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. കാർത്തികയെ ഏത് മാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ കൊണ്ടുവരും കോടതിക്ക് മുന്നിൽ. കാരണം എനിക്കെന്റെ ജീവിതത്തിൽ വിഷ്ണുവേട്ടനെ കൂടെ കൂട്ടിയേ ഒക്കൂ.
നായകൻ കാരാഗ്രഹത്തിൽ, നായിക പുറത്തും. സിനിമയിലായിരുന്നെങ്കിൽ ഒരു ഡ്യൂയറ്റിനുള്ള സ്കോപ്പുള്ള സ്പേസാ. അരിയും നിന്ന് അച്ചയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറിവുറുപ്പെന്ന് പറഞ്ഞ പോലെ അവൾ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ഇനി ആരെ ജയിലിൽ കയറ്റാനാണോ ആവും. ആ ചിരിച്ചു കൂടെ നിൽക്കാം. ഇല്ലെങ്കിൽ ഏത് സമയം തിരിഞ്ഞു കുത്തുന്ന വിഷപ്പല്ലുള്ള ഇനവാ. നിക്കടാ. 15 ദിവസത്തിനുള്ളിൽ നിന്നെ രക്ഷിക്കാനുള്ള തെളിവുകളുമായി വരുമെന്ന് കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു നിന്റെ എല്ലാമായ ശാലിനി. പഴുതുകളച്ചുള്ള മഹസർ തയ്യാറാക്കിയിരിക്കുന്നതേ ഈ ACP ചന്ദ്രബോസാ. നിന്റെ ശാലിൽ നിന്ന് വട്ടം കറങ്ങും. ബുദ്ധിയുള്ള പോലീസുകാരന്റെ തലയില് കുറച്ച് വക്രബുദ്ധി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലേ പ്രതിക്ക് പിന്നെ 12 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ശിക്ഷ അച്ചിട്ടാടാ. അതുകൊണ്ട് നിന്റെ കളക്ടർ മേഡത്തോട് വിളിച്ചു പറ, വെറുതെ നിനക്ക് വേണ്ടി ഓടി സമയം മെനക്കെടുത്തണ്ടാന്ന്. ഈ വിധി കാലയെ കൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ചതാ. ഒരാളുവേ ഇതിനു വേണ്ടി വെയിൽ കൊള്ളുകയും വേണ്ട. കൊണ്ടിട്ടൊരു കാര്യമില്ലടാ. ഓ, അപ്പൊ ഗെയിമാണ്. അതേടാ, നല്ല ഒന്നാന്തരം ഗെയിം. പക്ഷെ ഈ ഗെയിമിന് ഒരു പ്രത്യേകതയുണ്ട്. ജയം എപ്പോഴും ഒരേ ഒരു ഭാഗത്തായിരിക്കും. പക്ഷെ നിന്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ ജയിക്കുന്ന ഭാഗം എന്റേതാടാ. എന്തായാലും കളിക്കാനായിട്ട് കളത്തിൽ ഇറങ്ങിയതല്ലേ, അപ്പൊ ഒന്ന് കളിച്ചു നോക്കട്ടെ. പിന്നെ ഈ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് കളി കാണുന്നവരല്ലേ ഓ സാറേ. കള്ളക്കളി കളിച്ചാൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പരാജയം സമ്മതിച്ച് ഉള്ള ശിക്ഷയും വാങ്ങിച്ച് മിണ്ടാതെ നിൽക്കുന്നതായിരിക്കും ബുദ്ധി. മാനമെങ്കിലും ബാക്കിയുണ്ടാവും. ഈ മാനവും ആത്മാഭിമാനവും ഒക്കെ 4 ആൾക്ക് മുന്നിൽ ചെന്ന് ഞെളിഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കല്ലേ ആവശ്യമുള്ളൂ ബോസ് സാറേ. കഴുത്തറ്റം മുങ്ങി നിൽക്കുന്നവന് മഴ നനഞ്ഞ പനി പിടിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ നീ രണ്ടും കൽപ്പിച്ച വേറെ നിവർത്തിയില്ലല്ലോ ബോസേ. കൊണ്ടുപോയി കേട്ടോ. ആദ്യം ഇവന്റെ നാവിനൊരു കൂച്ചുവലം കിടണം, എന്നാലേ മിണ്ടാതെ നാവടക്കെ കിടക്കൂ. നാവനക്കരുതെന്ന് പറഞ്ഞ് നീ നിന്റെ ശൗര്യമൊന്നും കുറയ്ക്കണ്ട. നിനക്ക് ശൗര്യം കൂടിയാലല്ലേ ഞങ്ങൾക്കൊന്ന് അറിഞ്ഞ് പെരുമാറാൻ പറ്റൂ. കൊണ്ടുപോടോ. വാ കേർ. അടച്ചേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.